ലോകാവസാനത്തിൻ്റെ ഒന്നാമത്തെ അടയാളം തന്നെ ഏത് ഹദീസ് പരിശോധിച്ച് നോക്കുകയാണ് നിങ്ങൾ. അൻതലിദൽ അമത്തു റബ്ബതഹാ. ബുഖാരിയാകട്ടെ ഏത് ഹദീസിൻ്റെ കിതാബാകട്ടെ അവിടെയൊക്കെ പറഞ്ഞത് ഒന്നാമത്തെ അടയാളം അൻതലിദൽ അമത്തു റബ്ബതഹാ. പ്രസവിക്കപ്പെടുന്ന പെൺകുട്ടികൾ ഉമ്മാനെയും ബാപ്പാനെയും അടിമകളെ പോലെ കൊണ്ടെടുക്കും. ആയില്ലേ? ഇനിന്താകാൻ ബാക്കി? ഇവിടെയാണ് മദ്രസ പ്രസ്ഥാനവും തുടർന്ന് ഉയർന്നുള്ള വിദ്യാഭ്യാസവും മതപരമായ അറിവും മക്കൾക്കും സമൂഹത്തിനും പഠിപ്പിക്കുന്നതിൻ്റെ മൂല്യം അറിയേണ്ടത്. ബഹുമാനികളെ, മതപരമായ മൂല്യത്തിൽ നിന്ന് മക്കളകലാൻ തുടങ്ങിയപ്പോൾ മാതാപിതാക്കൾക്ക് വീടുകളിൽ നിന്നില്ല, അധികാരമില്ല, സ്ഥാനമില്ല. സ്വന്തം ഉമ്മാക്കും ഉപ്പാക്കും സ്വന്തം വീട്ടിൽ യാതൊരുവിധ നിലനിൽപ്പുമില്ല. അവർക്ക് സ്വത്ത് കിട്ടിയാൽ മതി. സ്വന്തം ബാപ്പാനെ വിഷം കൊടുത്ത് കൊല്ലാൻ മടിക്കൂല ഇപ്പോൾ മക്കൾ. സ്വത്ത് കിട്ടിയാൽ മതി. എന്നാൽ ബാപ്പാനെ വിഷം കൊടുത്ത് കൊന്നാൽ സ്വത്ത് എടുക്കാൻ പറ്റുമോ? ശരീഅത്തിൻ്റെ ഭാഷയിൽ കൊലപാതകം നടത്തിയ മക്കൾക്ക് ബാപ്പാൻ്റെ സ്വത്തില്ല എന്നാ, കൊടുക്കാൻ പാടില്ല എന്നാ ശറഅ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാരണമായി എൻ്റെ വാപ്പ മരിച്ചാൽ, ഞാൻ കുത്തിയ കിണറിൽ വാപ്പ വീണ് മരിച്ചാൽ എൻ്റെ വാപ്പാൻ്റെ സ്വത്ത് എനിക്ക് എടുക്കാൻ പറ്റൂല എന്നാ ശറഇൻ്റെ മസല. ഞാൻ കുത്തിയ കിണറ്റിൽ വാപ്പ വീണ് മരിച്ചാൽ എന്തിനാ അത് അങ്ങനെ നിയമം വെച്ചത്? അല്ലെങ്കിൽ മക്കൾ കൊല്ലോ, വിഷം കൊടുക്കോ. അവിടേക്കാണ് ജമാന് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും പണം കിട്ടിയാൽ മതി, എല്ലാവർക്കും പൈസ ഉണ്ടായാൽ മതി. എന്താണ് ഈ ജീവിതം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്നൊക്കെ മയ്യത്തുൻ, നമ്മളൊക്കെ ഒരു മയ്യത്താണ്. ഇതിമേലെ എന്തോ ഒരു ഊർജം ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്. അത് എപ്പോൾ ഊരപ്പെടുമെന്ന് അറിഞ്ഞുകൂടാ. കിട്ടിയേറെ പോയാൽ തന്നെ ഒരു 85-90 വയസ്സാണ് പോവുക. അതെന്നെ കിട്ടിയവർക്ക് 60 കഴിഞ്ഞാൽ കഴിഞ്ഞു. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. ഇനിയെങ്കിലും ഖുർആനൊന്ന് പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ മുസാഫ് എത്ര ആൾ തൊട്ട് നോക്കാറുണ്ട് വീട്ടിൽ? എത്ര ആൾ എടുത്തു നോക്കാറുണ്ട്? എത്ര ആൾ പാരായണം ചെയ്യാറുണ്ട്? എന്താ ഖുർആൻ്റെ ഒരു ആയത്ത് എന്നൊക്കെ പറഞ്ഞാൽ, മുത്തു റസൂലുള്ളാഹി തൻ്റെ വീട് വളഞ്ഞപ്പോൾ, ശത്രുക്കളൊക്കെ കൂടി കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞപ്പോൾ ഒരു പിടി മണ്ണ് വാരിയിട്ട് ഓതിയ ആയത്തേതാ? ഫഹും ലാ യുബ്സിറൂൻ. ഈ ആയത്ത് ഓതിക്കൊണ്ട് മണ്ണാണ്ടിട്ടപ്പോൾ അതെല്ലാവരുടെ കണ്ണിലും പോയി പൊട്ടുപോയി. അത് ആയത്തിൻ്റെ പൗറ്. യാസീൻ സൂറത്തിൽ നമ്മൾ ഓതുന്ന ഒരു കഷ്ണമാണ്. എന്താണ് ആയത്തിൻ്റെ സവിശേഷത? അന്ന് മുത്ത് റസൂലുള്ളാഹിനെ കൊല ചെയ്യാൻ വേണ്ടി വാളുയർത്തിപ്പിടിച്ച് നിൽക്കുന്ന കേമന്മാരായ ഖുറൈശികൾക്ക് ആ ഒരു പിടി മണ്ണിങ്ങനെ ഇട്ടപ്പോൾ ഓല കണ്ണിലൊക്കെ പോയി കുടുങ്ങിയെങ്കിൽ, ബഹുമാനികളെ, അതിന് കാരണമായ ആയത്തേതാ? ഫഹും ലാ യുബ്സിറൂൻ. ഖുർആനായിട്ട് വല്ലാതെ കളിക്കണ്ട. അടുത്ത മാസം ബദർ യുദ്ധത്തിൻ്റെ മാസമാണ്. നമ്മളെ മുസ്തഫ സഖാഫി ഉസ്താദ് ഇവിടെ ഉണ്ട്, അല്ലൊന്ന് പാടി തരും. റൈറ്റ്. അപ്പോൾ അതിൽ നല്ല കഴിവാ. ദീപേർക്ക് വലിയ തീർപ്പതിയാണ് അങ്ങനത്തെ പാട്ടും കഥയൊക്കെ. അപ്പം മൂപ്പർക്ക് ദീപിൽ വലിയ കഥമ. ഇവിടുത്തെ ഖതീബാണെന്ന് അറിഞ്ഞില്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കുണ്ടൂർ ഉസ്താദിന് ഇത്ര തീർപ്പതിയുള്ള ഒരു സംഗതി വേറെ ഇല്ല, ബദർ പാടും പോലെ. ഞാനൊക്കെ ഒന്നും ബദറൊന്നും പാടാൻ അറിയില്ല. ചെറിയതായി പറഞ്ഞോളൂ. വയലിൻ്റെ ഇടയിൽ പറയുന്നത് ഒരു സുഖമുള്ള കാര്യമല്ല, എന്നാലും അത്യാവശ്യം പറയാൻ. നമ്മുടെ റോട്ടിൽ നിന്ന് ആളുകളൊക്കെ, വാഹനങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ചെറിയ മക്കൾ റോട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് സ്ത്രീകളുടെ ഭാഗത്തിൽ നിന്ന് വളരെ ശ്രദ്ധിക്കണം. ഈ സൈഡിൽ ഒരു ചെറിയ കിണറുണ്ട്, വെള്ളം കാണാത്തൊരു കിണർ. അപ്പോൾ അതും ചെറിയ ഓടുന്ന മക്കൾ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അതോടൊപ്പം സഹോദരിമാർ കവറ് കൊണ്ടുവന്നിട്ടുണ്ടാകും വിവിധങ്ങളായ ആവശ്യങ്ങളൊക്കെ എഴുതിയിട്ട്. ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താദ് വരുന്നതിൻ്റെ മുൻപ് ആ വിഷയങ്ങളൊക്കെ ഇവിടെ വായിക്കാനും രേഖപ്പെടുത്താനും തങ്ങൾ ഉസ്താദിനെ ബോധ്യപ്പെടുത്താനും നിങ്ങൾ കൊണ്ടുവന്ന നേർച്ചകളും സംഭാവനകളും ഒക്കെ ആ ബക്കറ്റിൽ നിക്ഷേപിക്കണം. ഇൻഷാ അല്ലാഹ് ബക്കറ്റുമായി വരുമ്പോൾ നമ്മുടെ മദ്രസയുടെ വിഷയങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ അതിനോട് സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി
വിവിധങ്ങളായ ആവശ്യങ്ങൾ എഴുതി അറിയിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം സയ്യിദ് അവറുകൾ വന്നാൽ അവരെ ഏൽപ്പിക്കും എന്നറിഞ്ഞിട്ടുണ്ട്. ഇനി അത്യാവശ്യം ആർക്കെങ്കിലും ഇപ്പോൾ ആരെ കയ്യിലും പൈസ ഇല്ലാത്തൊരു കാലമാണ്, ഫോണിലാണ് എല്ലാവരും പൈസ. അപ്പോൾ അഥവാ അങ്ങനെ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ലൈവിൽ അതിൻ്റെ ഇതിനെന്താ പറയുക, ഗൂഗിളിലെ QR കോഡ് അത് ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതിനോടൊക്കെ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഉസ്താദിൻ്റെ വയല് തുടരുന്നു. അപ്പോൾ ബഹുമാനികളെ, അപ്പോൾ കിണർ പറഞ്ഞപ്പോൾ മൂപ്പർക്ക് കിണർ ഓർമ്മ വന്നൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ നടന്ന് വണ്ടിക്കാണ്ട് ആ കിണറ്റിലൊന്നും ചാടില്ല. അവിടുന്ന് കുട്ടികളവിടുന്ന് ശ്രദ്ധിക്കുക. അല്ലാഹു തആല അപകടങ്ങളെ തൊട്ടൊക്കെ അല്ലാഹു കാക്കട്ടെ, കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ശരീഅത്തിൻ്റെ ഓരോ കാഴ്ചപ്പാടുകൾ, മകൻ കാരണമായി വാപ്പ മരിച്ചാൽ ആ മകനിക്ക് വാപ്പാൻ്റെ സ്വത്തെടുക്കാൻ പറ്റൂല, നിയമമാണ്. അതുകൊണ്ട് ബഹുമാനികളെ, ഇന്ന് മക്കൾക്കൊന്നും യാതൊരു നിലവാരമില്ല. അവിടേക്ക് എത്തിച്ചതാരെന്നെ? ഈ വാപ്പാര് തന്നെ, ഈ ഉമ്മാര് തന്നെയാണ് എത്തിച്ചത്. അതുകൊണ്ട് ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ പെരുകി വന്നു. എല്ലാ വീടുകളും മക്കൾക്ക് വലിയ അധികാരമായി. എൻ്റെ അയൽവാസി ഒരാൾ ഒരിക്കൽ ഞാൻ ചെന്നപ്പോൾ കരഞ്ഞ്. ഞങ്ങൾ ശരീക്കുമാരെ മദ്രസയിലൊപ്പം സ്കൂളിലൊക്കെ പഠിച്ച ആളാണ്. ഓ മുലേരല്ല, അതേ ഇങ്ങനെ കണ്ണുന്ന് വെള്ളം ഏൽപ്പിച്ച് വരുന്നുണ്ട്. വന്നിട്ട് എന്തൊക്കെ ഒരു വിഷമോ? ഞാൻ എൻ്റെ മകള് +2 കഴിഞ്ഞപ്പോൾ, ഒലമ്മ മരിച്ചേക്കണ് കുട്ടികളെ. +2 കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് നല്ലൊരു കല്യാണം നോക്കി നമ്മൾ കെട്ടിക്കുക. ഇത് പറഞ്ഞപ്പോൾ നിങ്ങളിപ്പോൾ കെട്ടിക്കേ, ഞാൻ പോലീസ് കേസ് കൊടുക്കും. ആർക്കെതിരില്? ബാപ്പ എന്താ പറഞ്ഞത്? ബാപ്പാക്ക് ഫർളൈനായ കാര്യമാണ് ബാപ്പ പറഞ്ഞത്. ഈ ഒരു ഫർളൈനായ കാര്യം പറഞ്ഞതിന് മകള് പറഞ്ഞ ശിക്ഷ എന്താ? നിങ്ങൾ എന്നെ കെട്ടിക്കേ, ഞാൻ പോലീസ് കേസ് കൊടുക്കും. എൻ്റെ കുഗ്രാമത്തിൽ, എൻ്റെ സ്വത്ത വീടിൻ്റെ അടുത്ത്, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കുടുംബത്തിലാണ് ഈ സംഭവം. ആലോചിക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് കാലവും കോലവുങ്ങളൊക്കെ മാറി വരുമ്പോൾ നമ്മളെ മക്കൾക്ക് ദീനിയായ നല്ല കണ്ടീഷൻസ് നൽകണം, നല്ല അവസ്ഥകൾ, നല്ല ശീലങ്ങൾ നമ്മൾ നൽകണം. അതിനു വേണ്ടിയാണ് മതപഠന കേന്ദ്രങ്ങൾ. ഒന്നാമതായി നമ്മൾ മദ്രസ പ്രസ്ഥാനം തുടങ്ങും. അത് സെക്കൻഡറി തലത്തിൽ ഉയർന്ന മദ്രസ ഇവിടെയുണ്ട്. അവിടെയെല്ലാം പഠിപ്പിച്ച് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വീണ്ടും ഉന്നതമായ മതവിദ്യാഭ്യാസത്തിന് ഇന്ന് നമ്മളെ ജമിയത്തുൽ ഉലമക്ക് കീഴിൽ ഒരുപാട് സൗകര്യങ്ങൾ നമ്മുടെ രാജ്യത്തിലുണ്ട്. ഇതൊക്കെ എന്തിനാ? നമ്മളെ പണ്ഡിതന്മാരെ ആലിമീങ്ങൾ നമുക്ക് വെച്ച് തന്നത് സമൂഹം നന്നാകാൻ വേണ്ടിയാണ്. ഇവിടെയൊക്കെ ഇടപെടൽ നടത്തി മക്കൾക്ക് നാഫിയായ ഇൽമു പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ബഹുമാനികളെ, ഈ ഇരിക്കുന്ന നമ്മുടെ എല്ലാ പ്രത്യേകതകളും അള്ളാഹുവിൻ്റെ ഖുർആനാണ്. ആ ഖുർആനാണ് മനുഷ്യത്വം എന്ന് പറയപ്പെടുന്നത്. ഒരു മനുഷ്യൻ എന്ന് പറയപ്പെടുന്നതിൻ്റെ എല്ലാ സ്വഭാവങ്ങളും, എല്ലാ ചിട്ടകളും മട്ടങ്ങളും സമ്പൂർണമായി അള്ളാഹു ഇറക്കിയത് അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആനിലാണ്. പക്ഷേ ഖുർആൻ പറഞ്ഞ മനുഷ്യത്വം സമ്പൂർണമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞ മനുഷ്യൻ, ഒരേ ഒരു മനുഷ്യൻ, റഹ്മത്തുൽ ലിൽ ആലമീൻ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഖുർആനാ. ഒരു യഥാർത്ഥ മനുഷ്യൻ ഖുർആനാ. മനുഷ്യത്വമാണ് ഖുർആൻ പഠിപ്പിച്ചത്. ആ മനുഷ്യത്വത്തിൻ്റെ സമ്പൂർണ്ണ നിലവാരം ഉൾക്കൊണ്ടൊരു മനുഷ്യൻ ലോകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് മുത്തു റസൂലുള്ളാഹി. ഐഷ ബീബി പറഞ്ഞു, കാന ഖുലുഖുൽ ഖുർആൻ, തങ്ങളുടെ സ്വഭാവം മുഴുവനും ഖുർആനായിരുന്നു. ഖുർആൻ പറഞ്ഞ വിശേഷണങ്ങളായിരുന്നു. ഈ ഇരിക്കണ നമ്മൾക്കുണ്ട് ആ ഖുർആനാകാനുള്ള യോഗ്യത. പക്ഷേ നമ്മൾ ഖുർആനിൽ നിന്ന് അകന്നോടുകയാണ്, ഖുർആനിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയാണ്. ഓടരുത്, ഖുർആനിലേക്ക് തിരിഞ്ഞു നിൽക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, ഇത് ഓതാനുള്ള കഴിവ് എനിക്കില്ല. ജിബ്രീൽ അലൈഹിസ്സലാം അണിഞ്ഞൂട്ടി പിടിച്ചു. തഫ്സീറിൽ കാണാറ് റസൂലുള്ളാഹിൻ്റെ കരളവിടെ വെച്ച് കീറി വൃത്തിയാക്കി.
4 പ്രാവശ്യം കീറിയിട്ടുണ്ട്. അലം നശ്റഹ് ലക സദ്റക, നബിയെ തങ്ങളെ സദറിനെ നമ്മൾ വിശാലമാക്കി തന്നില്ലയോ? അല്ലാഹ് ഖുർആനിൽ തങ്ങളോട് വലിയൊരു ബഹുമാനം ചോദിച്ചതാ. തങ്ങളെ ഹൃദയം നമ്മൾ വിശാലമാക്കി തന്നില്ലയോ? കാരണം സദർ എന്ന് പറഞ്ഞത് പുറം ലോകാണ്. അത് വിശാലമാകുമ്പോൾ അത് കൽബായി മാറും. കൽബ് വിശാലമായാൽ ലുബ്ബായി മാറും. ലുബ്ബ് വിശാലമാകുമ്പോൾ സിറായി മാറും. ഞാൻ ഉൾക്കൊള്ളുന്ന ഈമാൻ സിറായാൽ എന്നെക്കുറിച്ച് പറയും ഖദ്ദസല്ലാഹു സിറഹു. അതിന് മുമ്പ് പറയാൻ പറ്റൂല. നമ്മളൊന്നും ഈമാൻ സിറായിട്ടില്ല, ലുബ്ബു ആയിട്ടില്ല, കൽബു ആയിട്ടില്ല. സദർ തന്നെ സമ്പൂർണ്ണമാണോ? ഇല്ലേ. സദറിൽ കിട്ടണമെങ്കിൽ തന്നെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് 5 അറിവ്, കണ്ടറിവ്, കേട്ടറിവ്, തൊട്ടറിവ്, എല്ലാ അറിവും നേടുന്ന വിഷയങ്ങൾ അതിൻ്റെ തഫക്കുർ ഖുർആനിലേക്ക് ഇറക്കി കൊണ്ടുവരണം. ഖുർആനുമായി ബന്ധപ്പെടണം. പാടില്ലാത്തടത്തേക്ക് നോക്കരുത്, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കരുത്, പറയാൻ പാടില്ലാത്തത് പറയരുത്, തൊടാൻ പാടില്ലാത്തടത്ത് തൊടരുത്, ഇട്ടെടുക്കാൻ പാടില്ലാത്ത ഇട്ടെടുക്കരുത്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഖുർആൻ പഠിപ്പിച്ചെന്ന മനുഷ്യൻ്റെ ഔസാഫുകൾ. നമ്മളും ഖുർആനും കൂടി ഒന്നും ഒരു ബന്ധവുമില്ല. അത് ബന്ധമുള്ള ഏക മനുഷ്യൻ റസൂലുള്ളാഹി. ആ ബന്ധത്തിൽ മുങ്ങിയ മഹാന്മാരുണ്ട്. അബൂബക്കർ സിദ്ദീഖ് ആ ബന്ധത്തിൽ മുങ്ങിയ മഹാനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സഹാബത്തൊക്കെ ആ ഖുർആനുമായി ആ ഔസാഫിൽ മുങ്ങിയ മഹത്തുക്കളാണ്. ആ ഔസാഫിൻ്റെ ഗുണമാണ് ബദറിൽ കണ്ടത്. റമദാൻ മാസത്തിൽ ബദർ യുദ്ധം ഉണ്ടല്ലോ, ആ ബദറിൽ കണ്ടത് അതാണ്. ആ സഹാബത്ത് വളരെ 300 ചില്ലറ സഹാബത്ത്, 7 വാള് അല്ലെങ്കിൽ 8 വാള്, അതുപോലുള്ള വാഹനവും, അത്ര എണ്ണം വാഹനവും, ഒരു മുന്നൊരുക്കവും ഇല്ല. പെട്ടെന്നൊരു പ്രഖ്യാപനമാണ്, എല്ലാവരും ബദർക്ക് പോകണം. എങ്ങനെയാണ് നമ്മൾ ആ വൻ ശക്തികളേറ്റ് ഏറ്റുമുട്ടുക? അപ്പോഴാ തങ്ങൾ പറഞ്ഞത് അല്ലാഹ് നമ്മളെ കൂടെ ഉണ്ട്, പോകണം. അത് ഖുർആനാണ് ആ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ മഅയ്യത്ത് നമുക്കുണ്ട്. അവിടെ നമ്മൾ എത്തണേ, നമ്മളെ കൽബ് നിൻ്റെ കൂടെ അള്ളാഹു ഉണ്ട്. നമ്മളെത്തിയിട്ടില്ല. ആവാൻ കുറച്ചും കൂടെയൊക്കെ ടൈം പിടിക്കും, പണിയെടുക്കണം. നമ്മൾ അകലാനാണ് ശ്രമിക്കുന്നത്. പോയി ബദർ യുദ്ധത്തിൽ ഭയാനകമായ കറാമത്ത് പ്രത്യക്ഷപ്പെട്ടു. എന്തേ കാരണം? അവരുടെ ആത്മവീര്യം മുഴുവനും ഖുർആനാണ്. ഖുർആൻ നശിപ്പിക്കാൻ ആർക്കും കഴിയൂല എന്ന് ഖുർആൻ പറഞ്ഞതല്ലേ. അത് അല്ലാഹ് നിലനിർത്തി. അതാ ബദരീങ്ങളുടെ കറാമത്ത്. മഹാന്മാർക്കൊക്കെ ബദരീങ്ങളെ പറയാറില്ല, അങ്ങനല്ലേ അവരുടെ ചരിത്രം. ഇതിപ്പോൾ ആർക്കാ ബദരീങ്ങളെ അറിയേണ്ടത്? പണ്ടൊക്കെ ആളുകൾക്കുള്ള രസം, പ്രായമുള്ള ആളുകൾക്കൊക്കെ ബദർ പാടി, ബദർ കിസ്സ പാടല. ഇന്ന് നമ്മളെ സമൂഹത്തിൻ്റെ സ്ഥിതി എന്താ? മൊബൈൽ നോക്കല. എന്നിട്ട് ഈ ഇല്ലാത്ത കെട്ടുകഥകളും നുണക്കഥകളും ഇപ്പം ഇങ്ങനെ കുറേ എന്താ കുറേ ഈ അഭിനയങ്ങളുണ്ട്. കുറേ അഭിനയം നടത്തുന്ന ഒരു കോയാക്കൊക്കെ ഉണ്ട്, കോയാക്ക. അങ്ങനെ കുറേ അഭിനയങ്ങളുണ്ട്. അതിനാണ് ഇപ്പം മെജോറിറ്റി. ഇത് കണ്ടു തീർക്കണ പണിയാണ്. ഇല്ലാത്ത നുണകളും ഇല്ലായ്മകളും ആക്ഷൻസ് എടുത്തിട്ട് ഇതിനൊക്കെയുള്ള കഴിവേ ഇത് ഖുർആൻ ഉപയോഗിക്കണം. ഈ ആക്ഷൻസ് ഉപയോഗിക്കാൻ സഹാബത്ത് ബദറിൽ ആക്റ്റീവായി, അവർ ഉഷാറായി. അവർ ഇന്നും സമൂഹത്തിൽ പറയപ്പെടുന്ന മഹത്തുക്കളായി മാറി. എന്താ ബദരീങ്ങളെ പൗറ്, എന്താ ബദരീങ്ങളുടെ അന്തസ്? എൻ്റെ ഒരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു. മൂപ്പര് ബദരീങ്ങളെ റിയാദ് വീടിയ ആളാണ്. മൂപ്പരെ മഹല്ലിൽ ബദരീങ്ങളാണ്ടിന് പോത്ത് കൊണ്ടുവരുമ്പോൾ 2 ഹെൽപ്പർമാരും കൂടി പോത്ത് കൊണ്ടുവരുമ്പോൾ, കുറേ മുമ്പാണ്, 972 സംഭവം. പോത്തിനേറ്റ് വരുമ്പോൾ വാണിയംകുളം ചന്തയിൽ നിന്ന് റെയിൽവേ ട്രാക്കിൽ കൂടി നടന്നു വരുമ്പോൾ കൊള്ളക്കാർ വളഞ്ഞു മൂപ്പരെ. ഇതുണ്ടായ സംഭവമാണ്. കൊള്ളക്കാർ വളഞ്ഞപ്പോൾ മൂപ്പര് കൂടെയുള്ള ഹെൽപ്പർമാരോട് പറഞ്ഞു, ഇത് ബദരീങ്ങളെ പോത്താൻ കേട്ടോ, നിങ്ങൾ പായരുത് എന്ന് പറഞ്ഞു. പക്ഷേ കൊള്ളക്കാർ വളഞ്ഞപ്പോൾ കൂടെയുള്ള 2 ആൾക്കാർ പാഞ്ഞുപോയി. അവർ ഇരുട്ടത്ത് മരണപ്പേടി കൊണ്ട് പാഞ്ഞിട്ട് ഇർലിക്കൂടുത്ത് കുടുങ്ങി.
അങ്ങോട്ടും പോകാൻ പറ്റും അങ്ങോട്ടും പോകാൻ പറ്റാത്ത മാതിരി നേരെ പോൾക്കോളായി കുടുങ്ങി. മൂപ്പര് പോത്തിനേറ്റ് പോയി. കൊള്ളക്കാർ മുഴുവൻ റെയിൽവേ ട്രാക്കിൻ്റെ ഭാഗത്ത് വീണ് കൊടുത്തു പോയി. വീണ് കൊടുത്ത് നിൽക്കുന്ന നീച്ചാനും വയ്യ. ഇത് നമ്മളെ നാട്ടിൽ മലബാറിൽ സംഭവിച്ചതാ. മലബാർ അസംഗുരിക്കൾ, അതാണ് മൂപ്പരാൾ. മലബാർ അസംഗുരിക്കൾ 2004 വഫാത്തായ മഹാനാണ്. മൂപ്പര് അസ്മാഉൽ ബദറിൻ്റെ റിയാള വീടിയ ആളാണ്. ഈ സംഭവം വലിയൊരു ആലിമിനോട് പറഞ്ഞു, മൂപ്പരെ കുറിച്ചു. ഇങ്ങനൊരു സംഭവം മൂപ്പരെ ജീവിതത്തിലുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരിക്കൽ മക്കത്ത് പെട്ടു 1994. ഞാനും കുരുക്കളും ഹറമിൽ വെച്ച് കണ്ടപ്പോൾ അവിടുന്ന് ഞാൻ ചോദിച്ചു, നിങ്ങളെ പറ്റി ഇങ്ങനൊരു സംഭവം പറഞ്ഞേക്കേണ്ടത് എന്താണെന്ന് വെച്ചു. അപ്പം എന്നോട് പറഞ്ഞു, നിങ്ങൾ കഅബത്തിൻ്റെ അടുത്തുനിന്ന് ചോദിച്ചാൽ ഇപ്പം എന്താ ഇപ്പം ഞാൻ പറയാം, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഇരുന്ന് പറഞ്ഞു തന്ന സംഭവമാണ്. മൂപ്പര് പറഞ്ഞു എനിക്കൊന്നുമില്ല, ഞാൻ അവരോട് പഠിച്ച വീത്ത് പറഞ്ഞു ബദരീങ്ങളെ പോത്താണ് തുടരുത്. അവരോട് പല നിലക്കും വിളിച്ച് പറഞ്ഞു ബദരീങ്ങളെ പോത്താണ് തുടരുത്, തൊട്ടാൽ അത് അപകടമാണ്, നിങ്ങൾ തൊട്ടുപോകരുത്. പക്ഷേ അവർ കയറി പിടിച്ചു. എൻ്റെ കയ്യിലൊരു പിടി ചരക്കല്ലുണ്ടായിരുന്നു. ഞാൻ അസ്മാഉൽ ബദർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, അത് ഊതി എറിഞ്ഞു. വീണുപോയി. വീണോടുത്ത് നിന്ന് കാണിച്ചാൻ വയ്യ, മിണ്ടാനും വയ്യ, നാവ് വന്തിപ്പോയി. നിലത്ത് ഇങ്ങനെ കിടന്ന് മാന്തുക. മൂപ്പര് പോത്തിനേറ്റ് പോകുന്നു. മൂപ്പരെ നാട് കടലുണ്ടിയാണ്. പോത്തിനെ കെട്ടി മൂപ്പര് വീട്ടിൽ പോയി. നേരം വെളുത്തപ്പോൾ നാട്ടിലെ മാന്യന്മാരെ മക്കളാ കൊള്ളക്കാർ. അപ്പം എന്താ ഒരു ചെന്ന് കണ്ട് എല്ലാവരും കൂടി പാഞ്ഞു കൂടി ട്രാക്കിന്ന് പൊന്തിച്ചപ്പോൾ അത് പൊന്തണില്ല. ഇത് ബദരീങ്ങൾ പിടിച്ചേച്ചൊക്കെ പൊന്തൂല, കുറച്ച് പണി ഉണ്ടാവും പൊന്തണമെങ്കിൽ. അതാ ബദരീങ്ങൾ. അങ്ങനെ എത്ര ഉദാഹരണം പറയാൻ കഴിയും. ബദരീങ്ങളുടെ അസ്മാവിൽ നമ്മൾ ബന്ധപ്പെട്ടാൽ വിശ്വാസികളെ വിശ്വാസത്തിലേക്ക് മടങ്ങി വരണം. കൽബിൽ ബിദ്അത്ത് പറ്റൂല. ഖുർആൻ്റെ സ്വഭാവം കിട്ടണമെങ്കിൽ നല്ല സുന്നത്തി ജമാഅത്തിൻ്റെ പ്രവർത്തകനാവണം. സുന്നിക്കേ ഖുർആൻ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അതല്ലേ സുന്നികൾ വിശ്വസിക്കുന്നത്. ഒരായത്ത് എഴുതിയാണ് കുടിച്ചാൽ ഏത് പ്രസവിക്കാത്തതും പ്രസവിക്കും. അങ്ങനത്തെ ആയാത്തുകൾ ഖുർആനിലുണ്ട്. ഇത് വിശ്വസിക്കുന്നവരാണ് സുന്നത്തി മുസ്ലിങ്ങൾ. അതില്ലാന്നല്ലേ വിദേഹത്തുകാരൻ പറയുന്നത്. വിശ്വാസമാണ് നഷ്ടപ്പെട്ടു പോയത് അവർക്ക്. റസൂലുള്ളാഹി ഫഹും ലാ യുബ്സിറൂൻ, ഫഹും ലാ യുബ്സിറൂൻ പറഞ്ഞുകൊണ്ട് മണ്ണാണ്ടിട്ടപ്പോൾ ഒറ്റൊന്നിന് കണ്ണ് കാണില്ല. ബഹുമാനികളെ ബദരീങ്ങളെ മാസം ഇവിടെ ആണ്ട് നടക്കലില്ലേ? ഇല്ലേ? CK നഗറിൽ ബദരീങ്ങൾ ആണ്ടുണ്ടായാലില്ലേ? ഹസൻ ഉസ്താദെ ഇല്ലേ? 17 അസറിന് ശേഷം ഭയങ്കര പരിപാടിയാണെന്ന് ഉസ്താദ് പറഞ്ഞത്. അള്ളാഹു നല്ല പരിപാടിയായി നിലനിർത്തട്ടെ, ശക്തിപ്പെടുത്തുമാറാകട്ടെ. അതിലൊക്കെ നമ്മൾ പങ്കെടുക്കണം, ഭാഗവാക്കാകണം. കാരണം നമുക്ക് ഖുർആൻ്റെ 100ൽ മുങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മുങ്ങിയോൻ്റെ ഓരത്ത് കൂടുക, അതാ അതിലത്തെ സന്ദേശം. മുങ്ങിയോനെ പിടിക്കുക. ഇവിടെ മമ്പുറത്തെ പാപ്പ ഒരു കാലത്ത് ഇവിടെ വന്നു. ബഹുമാനപ്പെട്ടവർ ചേറൂരിലേക്ക് യുദ്ധത്തിന് ആളെ പറഞ്ഞയച്ചപ്പോൾ മമ്പുറത്തെ എന്താ ഖുർആൻ ഓതാനായി ഏൽപ്പിച്ചത്? ചരിത്രം അറിയുന്ന പ്രായമുള്ളവരോടൊക്കെ ചോദിച്ചു നോക്കി അവർ പറഞ്ഞു തരും. മമ്പുറത്തെ പാപ്പ ചേറൂർക്ക് യുദ്ധത്തിന് ആളെ പറഞ്ഞയച്ചപ്പോൾ പാപ്പ എന്താ കൊടുത്തത്? ഇവിടെ മമ്പുറത്തിരുന്നൊരു വല്ലാക്ക ഖുർആൻ ഓതിയിരുന്നു. ആ ഓത്തങ്ങട് നിന്നപ്പോഴാണ് പാപ്പാൻ്റെ കാലിൽ വെടി കൊണ്ടത് ചെറൂരിൽ നിന്ന്. ഇതൊക്കെ ചരിത്രത്തിൽ നമ്മൾ വിശ്വസിക്കുന്നതും പഠിച്ചതുമല്ലേ. അപ്പം ഖുർആനാണ് നമ്മളെ താങ്ങ്. ഇന്ന് ഖുർആന് മൂല്യമില്ലാതെയായിപ്പോയി വീടുകളിൽ. ഒരൊറ്റ വീട്ടിലും പണ്ടൊക്കെ വലിയ മുതലാളിമാരെ വീട്ടിലടക്കണം, മൊല്ലമാരെ നെല്ല് കൊടുത്ത് ഓതിപ്പിക്കും. എന്നാലും എൻ്റെ വീട്ടിൽ ഓത്ത് നടക്കണം. സ്വന്തം ഓതാൻ സമയമില്ല, കഴിയുമില്ല. അപ്പോൾ ഒരു മൊല്ലനെ വെച്ച് ഒരു ജ്യൂസ് അല്ലെങ്കിൽ ഒരു അര ജ്യൂസ് അല്ലെങ്കിൽ ഒരു കാൽ ജ്യൂസ് ഓതി അദ്ദേഹത്തിന് തേങ്ങ കൊടുക്കും, ചിലർ നെല്ല് കൊടുക്കും. അങ്ങനെ ഖുർആൻ ഓതിപ്പിക്കൽ നിർബന്ധമുണ്ടായിരുന്നു. ഇന്ന് ഇവിടെ ഇപ്പോൾ ഖുർആൻ ഇന്നിപ്പോൾ മരിച്ചോടത്തടക്കം ഓതാൻ മടിയാണ് ആളുകൾക്ക്. മരിച്ച വീട്ടിൽ അള്ളാഹു നമ്മൾ മരിച്ചോടത്തൊക്കെ നല്ല ഓത്ത് അല്ല പ്രദാനം ചെയ്യട്ടെ. ഖുർആൻ അല്ല പാരായണം ചെയ്യണം. ഖബറുകൾ, ഖത്തപ്പെരകൾ, ഖത്തമോതുന്ന പെരകൾ ഇന്നിപ്പോൾ എവിടെയുള്ളത്? കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? വിശ്വാസപരമായി മനുഷ്യൻ തകർന്നടിയുകയാണ്.
അതുകൊണ്ട് മൂല്യമേറിയ ഖുർആനിൻ്റെ സത്യമായ സന്ദേശത്തിലേക്ക് കടന്നു വരാൻ ഒരു വിശ്വാസിൻ്റെ കൽബിക്ക് കഴിയണം. അങ്ങനെ കൽബ് ഖുർആനായി മാറണം. അതാണ് തഖ്വയുടെ അടിസ്ഥാനം, മാനദണ്ഡം. അതിനു വേണ്ടിയാണ് റമദാനു ശരീഫ് കടന്നു വരുന്നത്. അതിനോടനുബന്ധിച്ചാണ് നമ്മുടെ ഖുർആൻ്റെ പഠന കേന്ദ്രം മദ്രസ ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ്, സുന്ദരമായ ദർസും ഈ പള്ളികളിലൊക്കെ. ഈ തിരുരങ്ങാടിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. വലിയ ദർസ് നടക്കുന്ന സ്ഥലം, ഇൽമിനോട് വലിയ മഹബത്തുള്ള നാടാ തിരൂരങ്ങാടി നാട്. ഇൽമിനോട്, ആലിമീങ്ങളോട്, മുത്തഅല്ലിമീങ്ങളോട് വലിയ മഹബത്തുള്ള നാടാ തിരൂരങ്ങാടി. അതിൻ്റെ ഇടയിൽ വിദേഹത്തുകാരൻ്റെ ഇടപെടൽ അതും ഉണ്ടാവും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ബഹുമാനികളെ, നമ്മൾ ചിന്തിക്കണം, നമുക്ക് വിദേഹത്തുകാരോടോ ഒരു വ്യക്തിനോട് വ്യക്തിപരമായൊരു വിദ്വേഷവും ഇല്ല. നമുക്കുള്ള പ്രശ്നം വിശ്വാസത്തിൽ കളങ്കം വരുത്തരുത്. സുന്നത്തി ജമാഅത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് ഒരാൾ പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തിയെ മുശ്രിക്കാക്കാൻ മടിയില്ലാത്ത, ശിർക്കും കുഫറും ആരോപിക്കാൻ മടിയില്ലാത്ത അത്തരം വിശ്വാസികളിൽ നമ്മൾ പെടരുത്. ഇവിടെ സുന്നത്തി ജമാഅത്തിൻ്റെ പ്രവർത്തകർ ഖുർആനിൻ്റെ ബഹുമാനമാണ് നിലനിർത്തിയത്. ഖുർആനിൽ എന്തെല്ലാം സംഭവങ്ങളുണ്ട്, എന്തെല്ലാം പാഠങ്ങളുണ്ട് ബഹുമാനികളെ. അപ്പം അതുകൊണ്ട് ഖുർആൻ്റെ വൈരുദ്ധ്യമായ ജീവിതത്തിൻ്റെ ചില അടയാളങ്ങളൊക്കെ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളായി നാട്ടിലും വീട്ടിലും പ്രത്യക്ഷപ്പെടുന്ന കാലം വന്നുപോയി. അവിടെയാണ് CK നഗറുകാർ നടത്തുന്ന ഈ മഹത്തായ ഉറൂസ് മുബാറക്കിൻ്റെയും ഈ മദ്രസ ഉദ്ഘാടനത്തിൻ്റെയും ഈ മഹത്തായ മജ്ലിസിൻ്റെയും ബഹുമാനം നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഈ ബഹുമാനം മാത്രം പോരാ, വീടിൻ്റെ ഉള്ളറകളിൽ നിലകൊള്ളുന്ന ഉമ്മപങ്ങന്മാരുടെ ഹൃദയങ്ങളിൽ ഖുർആൻ നിലകൊള്ളണം. ഖുർആൻ നിലകൊള്ളണം. എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയാണ്. ഞാൻ രാവിലെ പോന്നതാ, കോളേജിലേക്ക് ദർശനമിറങ്ങിയതാ. എല്ലാം കഴിഞ്ഞ്, ക്ലാസ് കഴിഞ്ഞ്, അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് CK നഗറിലെത്തി. എൻ്റെ വയലും കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലെത്തുമ്പോൾ രാത്രി 12-1 മണിയാവും. എൻ്റെ വീട് നോക്കിയത് എൻ്റെ ഭാര്യയാണ്. എൻ്റെ അമ്മ ഉണ്ടായിരുന്ന അന്ന് എൻ്റെ അമ്മ അല്ലോ നോക്കും. ഒരു 12 മണിയായാൽ നെട്ടി ഉണരും. ഞാൻ കുപ്പായം തൂക്കി വെക്കണ കൊക്കമ്മടെ വന്ന് നോക്കും. ഞാനത് പുറത്താ തൂക്കൽ. ഉമ്മ കാണുന്നോടുത്ത്. എന്തിന്? ഉമ്മാക്കൊരു പ്രയാസം വേണ്ട. എൻ്റെ ഷർട്ട് കണ്ട ഉമ്മാക്ക് സമാധാനമാവും. ഞാൻ എത്തിക്കണ്. അത് ഉമ്മാരെ കൃപയാണ്. അത് വേറെ ഒന്നും കിട്ടൂല. ചുമര് തപ്പി പിടിച്ചിട്ടാണ് വരിക. എൻ്റെ കുപ്പായം കണ്ടിയില്ലെങ്കിൽ തട്ടി വിളിച്ച് എൻ്റെ ഭാര്യനെ വിളിച്ചോണ്ടും, ഇതൊന്ന് വിളിച്ചോക്കെ വയ്യ, എവിടെ പോയിരിക്കണ്. അവർക്ക് ഉറക്കം വരൂല. പിന്നെ അതാ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം. ഈ സ്നേഹം മനസ്സിലാക്കാൻ മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണം. ഇസ്ലാമിൻ്റെ സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോഴേ മക്കൾക്ക് ഈ മൂല്യം മനസ്സിലാവുള്ളൂ. ഇന്നിപ്പോൾ ആ നില തുടരുന്നത് എൻ്റെ ഭാര്യയാണ്. അപ്പം ഭാര്യ ആരാവണം? ദീനുള്ള ആളാവണം. ഒരു നാട്ടിലെ ദീന് പറഞ്ഞ നാട്ടിലെ പെണ്ണാണ്. ഇവിടെ മാർക്കറ്റിലൊരു പീടിയിലൊരു 10 അരമണിക്കൂർ ഞാൻ വന്നിരുന്നാൽ ഈ നാടിൻ്റെ ദീൻ എനിക്ക് മനസ്സിലാക്കാം. എത്രമാത്രം പെണ്ണുങ്ങൾ ഹയാ ഇല്ലാതെ റോട്ടുമ്മ കൂടി പോകുന്നുണ്ട്, ഹയാ ഇല്ലാതെ പർച്ചേസിങ്ങിന് വരുന്നുണ്ട്, എത്ര പെണ്ണുങ്ങൾ ഷോപ്പിംഗ് നടത്തുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ നോക്കിയിരുന്നാൽ ഈ നാട്ടിലെ ദീൻ എന്താന്ന് മനസ്സിലാവും. അപ്പം ദീനിൻ്റെ ഏറ്റവും വലിയ ഷിആറ് പെണ്ണെ നീയാണ്. എൻ്റെ അന്തസ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ, എൻ്റെ പെമ്മക്കളുമാണ്, എൻ്റെ മരക്കളാണ്. ഇത് ഞാൻ മനസ്സിലാക്കണം. ഞാൻ അലീബാ കബീറിന് നാനാഭാഗത്തും വയല് പറയുമ്പോൾ ഞാൻ പറയുന്ന വയലിനോട് കൂറ് എൻ്റെ ഭാര്യക്കും എൻ്റെ മക്കൾക്കും ഉണ്ടാവണം. അപ്പോൾ എൻ്റെ പറഞ്ഞ വയലിന് മയനുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പറയില്ലേ അയാളിപ്പോൾ വലിയ വിടലൊക്കെ വിട്ട് തെത്തപ്പോൾ അയാളെ കുടുംബത്തിൻ്റെ കഥ എന്ന് പറയും. അള്ളാഹുവേ, ഞങ്ങളെ മക്കൾക്കിനി ദീനീ ബോധം നൽകണം അല്ലാ. പ്രത്യേകിച്ച് സഹോദരിമാർക്ക്, പെണ്ണുങ്ങൾക്ക് ഹയാ നഷ്ടപ്പെടുന്നൊരവസ്ഥ നൽകല്ല അല്ലാ. പെണ്ണുങ്ങൾക്ക് ആകെ വേണ്ടത് ഹയാ ആണ്. അത് നഷ്ടപ്പെടുന്ന ഒരു ജീവിതവും അവർക്ക് പാടില്ല. ഹയാ ഇല്ലാത്ത പെണ്ണുണ്ടായിട്ട് എന്ത് കാര്യമാണ്? പെണ്ണിൻ്റെ ഒരു നിലവാരം ഉണ്ടാവുമല്ലോ, അങ്ങനല്ലേ? അള്ളാഹു ഞങ്ങളെ സഹോദരിമാർക്ക് നല്ല ഹയാ നൽകണം അല്ല. ഇത് പരിചയപ്പെടുത്തുന്ന കേന്ദ്രമാണ് നമ്മളെ മദ്രസ. ഇതൊരു 8 വരെ 10 വരെയൊക്കെ പഠിപ്പിച്ചിട്ട്
പിന്നെ നിങ്ങൾ +2 ഡിഗ്രി എന്ന് പറഞ്ഞിക്കണ്ട് ഈ ഒരു ഹയാ ഇല്ലാത്ത ലോകത്ത്, അന്തം വിട്ട ലോകത്തേക്ക് മക്കളെ പറഞ്ഞയച്ചാൽ അന്തലിതൽ അമത്തു റബ്ബതഹാ. മക്കൾ നമ്മളിപ്പം അങ്ങനെ വലിയൊരു മുത്തവല്ലിനെ കല്യാണത്തിന് വിളിച്ച്, നാട്ടിലെ പ്രമാണിയാണ്, അത് പറ്റിയ ആളുമാണ്, യോഗ്യനുമാണ്. ഞാനിപ്പോൾ ഒരു മാന്യം വിളിച്ചതല്ലേ, ഞാൻ പോയി സമയം ഉണ്ടാക്കി ചെന്ന്. സുബ്ഹാനല്ലാഹ്, അവിടെ ഭയങ്കരമായ ഗാനമേളയും കൂത്താട്ടും നടക്കുക മുത്തവല്ലിൻ്റെ പേരിൽ. അപ്പോൾ ഞാൻ മുത്തവല്ലിനെ സ്വകാര്യമായിട്ട് വിളിച്ച്, നിങ്ങൾ ഈ അറാമ് കൂടാൻ എന്നെ വിളിച്ചെന്ന് ചോദിച്ചു. അപ്പം മൂപ്പര് കണ്ണിൽ വെള്ളം നിറച്ചിക്കാണ് പറഞ്ഞു, എന്താ ഉസ്താദേ നമ്മൾ കാട്ട്, മക്കളോട് പറഞ്ഞാൽ കേൾക്കാൻ ഞാൻ എന്താ ചെയ്യാം. അപ്പം ആ നാട്ടിൽ മുത്തവല്ലിയാണ്, എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്, പക്ഷെ വീട്ടിൽ പൂച്ചയാണ്. മക്കളടിയിൽ മൂപ്പർക്ക് ഒരു കഥമുമില്ല, ഒരു നിലപാടുമില്ല, ഈ അവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാനിവിടെ വരുമ്പോൾ അത് പറയാതെ ഇതിലൊക്കെ കൂടിയാടി പോയാൽ നിങ്ങൾക്ക് സന്തോഷമാണ്. ഈ കാര്യം എനിക്ക് നല്ല ചോറും കിട്ടും, ഒക്കെ കിട്ടും. പക്ഷെ നാളെ ആഖിറം എന്ന് പറഞ്ഞൊരു വീട് നമുക്കൊക്കെ വരാണ്ട്, അവിടെ വെച്ച് അള്ളാഹു ചോദ്യം ചെയ്യുമ്പോൾ, ശിക്ഷ വരുമ്പോൾ നിങ്ങൾ പറയും, എൻ്റെ കല്യാണത്തിന് അലിബാക്കയും വന്നിരുന്നു പഠിച്ചോനെ, ഇങ്ങനത്തെ ഒരു സംഭവം വിവരമില്ലാത്ത എനിക്ക് പറഞ്ഞു തന്നില്ല, നിങ്ങൾ പറയും. അത് നിങ്ങൾ പറയരുത്, അത് നിങ്ങൾ അവിടെ വെച്ച് പറയരുത്. അപ്പോൾ അയാൾ ഒന്നുകൂടി നുളച്ച്. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളെ ചോറും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ പോവുകയാണ്. ഇതൊന്ന് ലോകത്തിൻ്റെ നിത്യ അവസ്ഥയായി മാറി. ആ സഹോദരൻ പൊട്ടിക്കരയാണ്. അങ്ങനെ സ്വന്തം വീട്ടിൽ മക്കൾ സന്തോഷത്തിൻ്റെ പേരിൽ കൂത്താട്ട് നടത്തുമ്പോൾ അകത്തിരുന്ന് കണ്ട് കണ്ണീരൊലിപ്പിക്കുന്ന മാതാപിതാക്കൾ, മക്കളെ നമുക്കും മക്കൾ വരാനുണ്ട്. പണ്ട് നെല്ലിക്കുത്തുസ്താദ് ഒരു കഥ പറഞ്ഞു, ഉള്ളതല്ലാത്ത എനിക്കറിയില്ല. ഞങ്ങൾ മൂല്യന്മാർ കൂടി ഒരു ക്ലാസ് എടുത്തു. എന്താ ക്ലാസ് എടുത്തത്? മക്കളൊക്കെ കൂടി വാപ്പാനെ തച്ചേലോ. ഉസ്താദ് പറയുമ്പോൾ രസമായിട്ട് പറയും, നെല്ലിക്കുത്തുസ്താദ് കൊടുത്ത ദറജ അല്ലാഹ് ഏറ്റി കൊടുക്കട്ടെ. മക്കളൊക്കെ കൂടി വാപ്പാനെ തച്ചപ്പോൾ വാപ്പ അങ്ങനെ കൊണ്ടിരിക്കുകയാണ് വലിയ ദമ്മിൽ. അപ്പം മക്കൾക്ക് ഈറൊടിച്ച് കണ്ട് വലിച്ച് കണ്ട് മിറ്റത്ത് കിട്ടുകയായിരുന്നു. അപ്പോഴും വാപ്പ അങ്ങനെ ദമ്മിൽ ഇരിക്കുക. അപ്പം ഒരു ദേഷ്യം കൊണ്ട് മുറ്റത്തേക്ക് ചാടിയിട്ട് തോട്ടത്തേക്ക് വലിച്ചിട്ടുക. അപ്പോഴും വാപ്പ അങ്ങനെ ദമ്മിൽ ഇരിക്കുക. അപ്പം അവിടുന്ന് വലിച്ചു കാട് പാടത്ത് കിട്ടുക. അപ്പോഴും വാപ്പ അങ്ങനെ ദമ്മിൽ ഇരിക്കുന്നേ. അപ്പം 2 മക്കളാണ് ചാടിയിട്ട് ഒരാളൊരു കാലും പിടിച്ചിട്ട് വരമ്പത്ത് കൂടി അങ്ങനെ വലിച്ചു കൊണ്ടുപോയി ഇറങ്ങി. മക്കൾക്ക് കലിയും കിട്ട് എത്ര കൊടുത്തിട്ടും വാപ്പ ടൈം പിടിച്ചിരിക്കുന്നേ, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ദേഷ്യം വരുമല്ലോ. വലിച്ചിങ്ങനെ കൊണ്ടുപോവുക. 2 കാലും പിടിച്ച് വലിച്ചാൽ ഏതാ നിലത്തു കൂടി പോകൽ? തല. ഏതാ നിലത്തു കൂടി പോകൽ? തല. അങ്ങനെ ഒരു വരമ്പത്തു കൂടി ഇങ്ങനെ കുറച്ചാണ്ട് ഒരു 3 കൂടിയ സ്ഥലത്ത് എത്തിയപ്പോൾ പാപ്പ പറഞ്ഞാലോ മക്കളോട്, ഇനി മക്കൾ എന്നെ അവിടെ ഇട്ടാളി, കാരണം ഞാൻ എൻ്റെ വാപ്പാനെ ഇതുവരെ വലിച്ചിട്ടുള്ളൂ. ഞാൻ എൻ്റെ വാപ്പാനെ ഇതുവരെ. അതുകൊണ്ട് മക്കളെ നല്ലോണം പഠിച്ചോ, നമുക്കും മക്കളുണ്ടാവും, നമുക്കും മക്കൾ വരും, അത് ലോകത്ത് വരാനുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ രൂപത്തിൽ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് നമ്മളെ മക്കളെ കൊണ്ട് വരാൻ പോകുന്ന ഗതികേട് ഭയാനകമായിരിക്കും. ഇവിടെ വലിയ ദുരിതങ്ങളൊക്കെ നമുക്ക് കേൾക്കാനുള്ള കാലം വരാൻ കിടക്കുകയാണ്. അല്ലാഹു കാക്കട്ടെ.